നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരെ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ദശമസ്കന്ധം 86 അധ്യായമല്ലേ ഇന്നത്തെ? അതെ. ദശമം അധ്യായം 86. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമഫാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോയ മമാഫീത് പിതാമഹീ. ഹേ ബ്രഹ്മൻ, സംബോധന ചെയ്താണ് ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവനെ. വേദിതുമിച്ഛാമ, അറിയുവാൻ ആഗ്രഹിക്കുന്നു. വേദിതും, അറിയുന്നതിന് വേണ്ടി, ഇച്ഛാമഹ, ആഗ്രഹിക്കുന്നു. ഫുഫാരം, സഹോദരിയെ. രാമകൃഷ്ണയോഹോ ഫുഫാരം, രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ, എല്ലാവന്റെയും ശ്രീകൃഷ്ണന്റെയും സഹോദരിയെ. യഥാ ഉപയേമേ വിജയ, എപ്രകാരമാണോ വിജയൻ വിവാഹം കഴിച്ചത്. യഥോപയേമേ, ഉപയേമേ വിവാഹം കഴിച്ചു. ഉപയമം വിവാഹം, ഉപയേമേ വിവാഹം കഴിച്ചു. വിജയൻ, അർജുനൻ. യാതൊരു ആളാണോ അവൾ. മമ ആഫീത് പിതാമഹി, മമ പിതാമഹി ആഫീത്, എന്റെ പിതാവിന്റെ മാതാവാണ്, പിതാമഹിയാണ്. എന്റെ പിതാവിന്റെ മാതാവായ രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ എങ്ങനെയാണ് അർജുനൻ വിവാഹം കഴിച്ചത് എന്ന് ഈ സ്കന്ധത്തിൽ, ഈ അധ്യായത്തിൽ ഒരു ചോദ്യമായി പരീക്ഷ ചോദിച്ചു. അഭിമന്യുവിന്റെ അമ്മയാണല്ലോ സുഭദ്ര, അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്. ബ്രഹ്മൻ വേദിതുമിച്ഛാമഫാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാ മമാഫീത് പിതാമഹീം. ബ്രഹ്മൻ വേദിതുമിച്ഛാമഫാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാ മമാഫീത് പിതാമഹീം. അർജുനസ്ത് ശ്രീശുക വാച. ശുകൻ ആ കഥ ചോദിച്ചതിനും പുത്രന്റെ മറുപടിയായിട്ട് കഥ പറയാം. അർജുനസ്തീർത്ഥയാത്രായം പര്യടൻ അടവീം പ്രഭു, പര്യടൻ അവനിം പ്രഭു, ഗതപ്രഭാസമശ്നോ മാതുലേയം ആത്മനാം. അർജുന തീർത്ഥയാത്രായം പര്യടൻ, അർജുനൻ തീർത്ഥയാത്രയിൽ പര്യടനം ചെയ്തുകൊണ്ടിരിക്കെ അവനീം ഭൂമിയിലെ പല തീർത്ഥങ്ങളിൽ യാത്ര ചെയ്ത് ഇങ്ങനെ നടന്ന് സഞ്ചരിക്കവേ. പ്രഭു എന്നതിനിവിടെ സമർത്ഥൻ എന്നുള്ള അർത്ഥം. സമർത്ഥനായ അർജുനൻ ഗതഹ, എത്തിച്ചേർന്നു. പ്രഭാസം എന്ന തീർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. അശ്രുണോത്, കേട്ടു. മാതുലേയീം സാത്മന, അമ്മാവന്റെ പുത്രിയെ. മാതുലേയി, മാതുലൻ അമ്മാവൻ, മാതുലേയൻ അമ്മാവന്റെ പുത്രൻ, മാതുലേയി അമ്മാവന്റെ പുത്രി. മാതുലേയീം സ ആത്മനഃ, ആത്മനഃ മാതുലേയീം അശ്രുണോ. അർജുനൻ ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്ത് ഭൂമിയിൽ കൂടി സഞ്ചരിച്ച് വരവേ യാദൃച്ഛികമായിട്ടും പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടെ വെച്ച് അമ്മാവന്റെ മകളായ വസുദേവരുടെ മകളായ സുഭദ്രയെ കുറിച്ച് അശ്രുണോത്, കേട്ടു. അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ നവനിം പ്രഭു, ഗതപ്രഭാസമശ്നോൻ മാതുലേയം സാത്മനാം. അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ നവനിം പ്രഭു, ഗതപ്രഭാസമശ്നോൻ മാതുലേയം സാത്മനഃ. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ, തല്ലിപ്സുസദ് യതിർഭൂത്വാ ദദന്തി ദ്വാരകാമകാത്. ദുര്യോധനായിക്കൊണ്ട്
രാമ ബല്ലാമൻ താം ദാക്ഷ്യതീതി അവളെ കൊടുക്കാൻ പോകുന്നു എന്ന് നച അപരേ കൊടുക്കാൻ പോകുന്നു എന്ന് അപരെ മറ്റുള്ളവർ എന്നാ കൊടുക്കുന്നില്ല എന്ന് കേട്ടു. അവരെ ദുര്യോധനായ വേറെ ചിലർ പറഞ്ഞു ദുര്യോധനെ കൊടുക്കാനും പോകുന്നു, ചിലർ പറഞ്ഞു അത് നടക്കില്ല എന്ന്. ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കെ തദ് ലിപ്സുഹു അവളെ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ലിപ്സ ലബ്ധും ഇച്ഛ ലഭിക്കാനുള്ള ആഗ്രഹം, തദ് ലിപ്സുഹു അതിനെ ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സഹ അവൻ എതിർഭൂത്വ ഒരു സന്യാസി വേഷം ധരിച്ചിട്ട് അത്രിദണ്ഡി സന്യാസകാലത്തിൽ കയ്യിൽ വെച്ചിരിക്കേണ്ട ദണ്ഡോടുകൂടി ദ്വാരകയിലേക്ക് എത്തി. ദുര്യോധനായ രാമസ്തംദാക്ഷ്യതീ തല്ലിപ്സുഫൈതദ്ഭുത്വാദണ്ഡി ദ്വാരകാമകാത്. ദുര്യോധനായ രാമസ്തംദാക്ഷ്യതീ തല്ലിപ്സുഫൈതദ്ഭുത്വാദണ്ഡി ദ്വാരകാമകാത്. തത്ര വൈ വാർഷികന്മാസാൻ അവാത്സീത് സ്വാർത്ഥഘാതകഃ പൗരൈ സ്വഭാജിതോ ഭീഷ്മം രാമേണാജാനതാജസാം. തത്ര വൈ തീർച്ചയായിട്ടും വാർഷികാൻ മാസാൻ വർഷകാലങ്ങൾ ഉള്ള മാസം ആണ് വാർഷിക മാസം, 2 or 3 മാസം. വാർഷികാൻ മാസാൻ അവാത്സി വസിച്ചു. സ്വാർത്ഥസാധക സ്വന്തം അർത്ഥം സാധിക്കാൻ വേണ്ടിയിട്ട്, സ്വാർത്ഥത്തെ സാധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വാർത്ഥസാധക അവാത്സീത് പൗരൈഹി സ്വഭാജിത പൗരന്മാരാൽ പൂജിക്കപ്പെട്ടവനായ അവൻ അഭീഷ്ണം പലപ്പോഴും ഏറ്റവുമധികം രാമേണ അജാനതാജസ രാമനാൽ അറിയപ്പെടാത്തവനായിട്ട് സന്യാസി വേഷം ധരിച്ച് ദ്വാരകയിലുള്ള എല്ലാവരാലും പൂജിക്കപ്പെട്ടവനായിട്ട് കഴിഞ്ഞുകൂടി അർജുനൻ അവിടെ ഒരു വർഷകാലം മുഴുവൻ. തത്ര വൈ വാർഷികന്മാഫാൻ അവാത്സിത് സ്വാർത്ഥസാധക പൗരൈ സ്വഭാജിതോ ഭീഷ്ണം രാമേണ അജാനതാജസാം. തത്ര വൈ വാർഷികന്മാഫാൻ അവാത്സിത് സ്വാർത്ഥസാധക പൗരൈ സ്വഭാജിതോ ഭീഷ്ണം രാമേണ അജാനതാജസാം. ഏകദാ ഗൃഹമാനീയാം ആതിഥ്യേന നിമന്ത്രിതം തദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേകിലാം. ഏകദാ ഒരിക്കൽ തം അവനെ ആതിഥ്യേന അതിഥി സൽക്കാരത്തിനായിട്ട് നിമന്ത്രിയ ക്ഷണിച്ചിട്ട് ഗൃഹത്തിൽ ആനയിച്ചിട്ട് ഏകതാ ഗൃഹം ആനീയ ആതിഥ്യേന നിമന്ത്രിയ ക്ഷണിച്ചിട്ട് തം അവനെ ശ്രദ്ധയോപഹൃതം ശ്രദ്ധയോടെ ഉണ്ടാക്കപ്പെട്ടതായ ഭൈക്ഷ്യം ഭിക്ഷാന്നത്തെ ബലേന ബഹുജീകില ബലദേവനാൽ ഭുജിപ്പിക്കപ്പെട്ടു പോലും. ദ്വാരകയിൽ വർഷകാലം, അതിന് മറ്റൊരു പേരുണ്ട് ചാതുർമാസ്യം എന്നൊക്കെ പറയും. വർഷകാലത്തിന് മറ്റൊരു ആധ്യാത്മികമായ പേരാണ് ചാതുർമാസ്യം. അത് കഴിയാറായപ്പോൾ ബല്ലാമൻ സന്യാസിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സർക്കാരനുസരിച്ച് അന്നവിടെ താമസിച്ചു. ശ്രദ്ധയോടെ ഭിക്ഷാന്നം കൊടുത്തു. അത് സന്യാസിയെ ഭുജിപ്പിക്കുകയും ചെയ്തു. ഒന്നും അറിഞ്ഞിട്ടില്ല, ഒരു സന്യാസി അത്രമാത്രം. ഏകദാ ഗൃഹമാനീയാം ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേകിലാം. ഏകദാ ഗൃഹമാനീയാം ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേകിലാം. കോപശ്യത്തത്ര മഹതീം കന്യം വീരമനോഹരാം ഉദ്ഭുല്ലക്ഷണസ്തസ്യം ഭാവക്ഷുബ്ധം മനോദധേ. കോപശ്യത്തത്ര
അവൻ അവിടെ കണ്ടു മഹതീം കന്യ, മഹത്തായ ഒരു കന്യകയെ, വീരമനോഹര, വീരന്മാരുടെ മനസ്സിനെ ഹരിക്കുന്നവൾ, വീരമനോഹര, വീരന്മാരുടെ മനസ്സിനെ ഹരിക്കുന്നവളായ മഹത്തായ ഒരു കന്യകയെ അവശ്യത്തത്ര അവിടെ കണ്ടു. പ്രീതി ഉത്ഫുല്ല ഈക്ഷണ, പ്രീതി കൊണ്ട് വിടർന്ന കണ്ണുകളോടെ തസ്യാം ഭാവക്ഷുപ്തം മനോദധേ, ഭാവം കൊണ്ട് ശോഭിച്ച മനസ്സ് അവളിലേക്ക് ദധേ വെച്ചു, ധരിച്ചു. കണ്ടപ്പോ തന്നെ മനസ്സ് അവളിലേക്ക് ചെന്ന് തറച്ചു എത്തി. പ്രേമഭാവം കൊണ്ട് ക്ഷുബ്ധമായ മനസ്സാണ് അവളിലേക്ക് എത്തിയത്. അവളെ കണ്ടപ്പോഴത്തേക്ക് തന്നെ കണ്ണ് പ്രീതി കൊണ്ട് വിടർന്നതായി തോന്നി. ഭാവക്ഷുബ്ധമായ മനസ്സ് അവളിലേക്ക് എത്തുകയും ചെയ്തു. വീരശൂര പരാക്രമികൾക്ക് യോഗ്യയാണിവൾ എന്ന് കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത അർജുന്റെ മനസ്സിലുണ്ടായത്. പശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ഭിന്ന ഉദ്ഭില്ലക്ഷണസ്തസ്യാം ഭാവക്ഷുപ്തം മനോദധേ. സോപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ഭില്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുപ്തം മനോദധേ. സ്ഥാപിതം ചകമേ വീക്ഷ നാരീണാം ഹൃദയംഗമം ഹസതി വ്രീഡിത അപാംഗേ തന്യസ്തഹൃദയക്ഷണാം ഫാപി. അവളാകട്ടെ തം ചകമേ, അവനെ കാമിച്ചു, ചകമേ കാമിച്ചു, വീക്ഷ കണ്ടിട്ട്, തം വീക്ഷ ചകമേ, അവളും അവനെ കണ്ടപ്പോൾ കാമിച്ചു, മോഹിച്ചു. നാരീണാം ഹൃദയം ഗമാണ്, കാരണം നാരികളുടെ ഹൃദയത്തെ അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് അവൻ എന്ന് കണ്ടിട്ട് അവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസൗന്ദര്യത്തെ നന്നായി മനസ്സിലാക്കിയിട്ട് ഹസന്തി, നോക്കിയൊന്ന് ചിരിച്ചു. വ്രീഡിത അപങ്കി, ലജ്ജയോടുകൂടി കടക്കണ്ണുകൾ അയച്ചു. തന്യസ്ത ഹൃദയക്ഷണ, ഹൃദയവും കണ്ണും അവനിലേക്ക് അർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കി പുഞ്ചിരിച്ചു. സ്ഥാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയക്ഷണാം. സ്ഥാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയക്ഷണാം. താംബരം സമനുധ്യായന്നന്തരം പ്രത്സുരർജുന ന ലേഭേഷം ഭ്രമച്ചിത്തകാമേനാതിവിലീയസാം. താം പരം സമനുധ്യായന്നെ അന്തരം പ്രേപ്സുഹു അർജുന, അവളെ തന്നെ താം പരമമായി അനുധ്യാനം ചെയ്തുകൊണ്ട് അന്തരം ഇട അവസരത്തെ പ്രേപ്സുഹു അർജുന, ആഗ്രഹിക്കുന്നവനായ അർജുനൻ അവളെ തന്നെ മനസ്സിൽ ധ്യാനിച്ച പക്ഷങ്ങളെ സ്വീകരിക്കാൻ ഒരു സന്ദർഭമുണ്ടാകണമല്ലോ എന്ന് ഇട കാത്തിരുന്നവനായ അർജുനൻ നലേഭേഷം, സുഖം കിട്ടിയില്ല. എന്താ കാരണം? ഭ്രമച്ചിത്ത, മനസ്സിങ്ങനെ ഭ്രമിച്ചു പോകുന്നുണ്ട്. കാമേന അതിബലീയഫ, അതിബലീയഫ കാമേന, വളരെ ശക്തിമത്തായ കാമം കൊണ്ട് മനസ്സ് ഭ്രമിച്ചു പോയതുകൊണ്ട് ഈ സൽക്കാരങ്ങൾ ഒന്നും സുഖം ലഭിച്ചില്ല. നല്ല ഭക്ഷണം, നല്ല സൽക്കാരം, പക്ഷെ ശ്രദ്ധയായാലൊന്നുമല്ല. അതുകൊണ്ട് അതിലൊന്നും ഒരു സുഖം തോന്നിയില്ല അർജുനന്. താംബരം സമനുധ്യായന്നന്തരം പ്രേപ്സുരർജുന നലേഭേ സമം ഭ്രമച്ചിത്തകാമേനാതിവലീയസാം. താംബരം സമനുധ്യായന്നന്തരം പ്രേപ്സുരർജുന നലേഭേഷം ഭ്രമച്ചിത്തകാമേനാതിവിലീയസാം. മഹത്യാം ദേവയാത്രായം രസസ്ഥാം ദുർഗതാം ജഹാരാനുമത പിത്രോ കൃഷ്ണസ്യ മഹാരഥാം. മഹത്യാം ദേവയാത്രായാം, മഹത്തായ ഈ ദേവയാത്ര, ദേവയാത്ര അടുത്തൊരു മഹാക്ഷേത്രത്തിലെ ദേവന്റെ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
രഥസ്ഥാം ദുർഗ നിർഗതാം, രഥത്തിലിരിക്കുന്നവളും ദുർഗത്തിൽ നിന്ന് നിർഗമിച്ചവളുമായ അവളെ. കോട്ടയിൽ നിന്നും പുറത്തു വന്ന് തേരിലിരിക്കുന്ന സുഭദ്രെ. ദുർഗം കോട്ട. കോട്ടയിൽ നിന്നും പുറത്തു വന്ന് തേരിലിരിക്കുന്ന ദുർഗനിർഗതാം രഥസ്ഥാം ആയ അവളെ ജഹാര അനുമത പിത്രോ കൃഷ്ണസ്യുത മഹാരഥ. ജഹാര അപഹരിച്ചു. അനുമത അനുമതിയോടുകൂടിയാണ്. പിത്രോഹോ ദേവകീയ വസുദേവന്മാരുടെ മാതാപിതാക്കളുടെ അനുമതിയോടെ കൃഷ്ണസ്യുത മഹാരഥ മഹാരഥനായ കൃഷ്ണന്റെയും അനുമതിയോടെ തന്നെയാണ് അർജുനൻ സുഭദ്രയെ ജഹാര സ്വീകരിച്ചത് എന്നർത്ഥം. മഹത്യം ദേവയാത്രായം രഥസ്ഥം ദുർഗനിർഗതാം ജഹാര അനുമത പിത്രോ കൃഷ്ണസ്യുത മഹാരഥാം. മഹത്യം ദേവയാത്രായം രഥസ്ഥം ദുർഗനിർഗതാം ജഹാര അനുമത പിത്രോ കൃഷ്ണസ്യുത മഹാരഥാം. രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ച അരുന്ധതോ ഭടാൻ വിദ്രാവ്യക്രോശതാം സ്വാനാം സ്വഭാഗം മകരാടിവാം. രഥസ്ഥ ധനുരാദായ രഥത്തിൽ ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശൂരാംശ്ച അരുന്ധതോ ഭടാൻ തടയാൻ വന്ന ശൂരന്മാരായ ഭടന്മാരെ വില്ലെടുത്ത് ഭയപ്പെടുത്തി ഓടിച്ചിട്ടു. അവരുടെ നേരെ പ്രയോഗിച്ചു. വിദ്രാവ്യ ക്രോശതാം സ്വാനാം. വിദ്രാവ്യ ഓടിച്ചിട്ട് ക്രോശതാം സ്വാനാം നിലവിളിക്കുന്ന സ്വന്തം ആൾക്കാരെ ഒന്നും കൂട്ടാതെ സ്വഭാഗം മൃഗരാടിവ സ്വന്തം ഭാഗത്തെ സിംഹം എന്നതുപോലെ അപഹരിച്ചു. സിംഹം സ്വന്തം ഭാഗത്തെ ബലമായി കൈവശപ്പെടുത്തുന്ന പോലെയാണ് തനിക്ക് യോഗ്യയായ സുഭദ്ര അർജുനൻ സ്വാധീനമാക്കിയത്. എത്ര മൃഗങ്ങൾ ചുറ്റും കിടന്ന് കോലാഹലം ഉണ്ടാക്കിയാലും സിംഹത്തിന്റെ ഭക്ഷണ സാധനം സിംഹം ബലാത്കാരേണ കടിച്ചു പിടിച്ചെടുത്തുണ്ടോ. ഇതുപോലെ സൈന്യങ്ങളും ഭടന്മാരും എത്ര കോലാഹലം ഉണ്ടാക്കിയിട്ടും ആയുധം കൊണ്ട് അവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് സുഭദ്രയെ സ്വന്തമാക്കിക്കൊണ്ടുപോയി. തച്ഛത്വാക്ഷോഭിതോ രാമ രഥസ്ഥോ ധണ്ഡാദായ ശൂരാംശ്ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മകരാടിവാം. രഥസ്ഥോ ധണ്ഡാദായ ശൂരാംശ്ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മകരാടിവാം. തച്ഛത്വാക്ഷുഭിതോ രാമ പർവണീവ മഹർണവ ഗൃഹീതവാദ കൃഷ്ണേന സുഹൃത്തിശ്ചാന്വശാമ്യതാം. തച്ഛുത്വ ഇത് കേട്ടിട്ട് ക്ഷുഭിതോ രാമൻ ക്ഷുഭിതനായി. ഏതുപോലെ പർവാണീവ മഹാർണവ വെളുത്തവാവിലെ സമുദ്രം എന്ന പോലെ. പർവണി മഹാർണവ ഇവ വെളുത്തവാവിൽ സമുദ്രം എന്തുമാത്രം ക്ഷുബ്ധമായി ഇളകിയാടി മുകളിലേക്ക് പൊന്തി വരുമോ ഇതുപോലെ കോപിച്ചു ബലരാമൻ. പർവണീവ മഹാർണവ ഗൃഹീതപാദ കൃഷ്ണന ശ്രീകൃഷ്ണൻ ഓടിച്ചെന്ന് കാലിൽ പിടിച്ചു. സുഹൃദ്ഭിശ്ച കുറെ സുഹൃത്തുക്കളും വന്ന് കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞു അന്വശാമ്യത. അങ്ങനെ ആ കോപത്തെ ശമിപ്പിച്ചു കൃഷ്ണനും കൂട്ടുകാരും എല്ലാം കൂടെ കൂടി. തച്ഛത്വാക്ഷുഭിതോ രാമ പർവണീവ മഹാർണവ ഗൃഹീതപാദ കൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശാമ്യതാം. തച്ഛത്വാക്ഷുഭിതോ രാമ പർവണീവ മഹാർണവ ഗൃഹീതപാദ കൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശാമ്യതാം. പ്രാഹിണോത്പാരിബർഹാണി വരവദ്ധോർമുദാബലാം മഹാധനോപസ്കരേഭ രഥാശ്വതരയൂഷിതാം. പ്രാഹിണോ കൊടുത്തയച്ചു പാരിബർഹാണി സമ്മാനങ്ങൾ വരവദ്ധോഹോ വധൂവരന്മാർക്ക് മുദാബല സന്തോഷത്തോടെ വെല്ലാണ്. ഇങ്ങനെ എല്ലാവരാലും സാന്ത്വനിപ്പിക്കപ്പെട്ടവനായ ബലരാമൻ കോപമെല്ലാം കുറച്ചിട്ട്
മറ്റാരുമല്ലോ. കൃഷ്ണൻ സമ്മതിച്ചു, മാതാപിതാക്കൾ സമ്മതിച്ചു, താൻ മാത്രം എതിർത്ത കാര്യമില്ല. തന്നെയല്ല, അർജുനൻ തൻ്റെ സ്വന്തം ആളുമാണ്, ബാന്ധവനാണ്. ഇതെല്ലാം കൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് സാന്ത്വനിപ്പിച്ചിട്ട് വധൂവരന്മാർക്ക് ധാരാളം സമ്മാനങ്ങൾ, രത്നമാലകൾ, സ്വർണമാലകൾ, ധനം ധാരാളം. ഇതൊക്കെയാണ് കൊടുത്തത്. മഹാധനം, ധാരാളം ധനം കൊടുത്തു. ഉപസ്കരം വീട്ടുപകരണങ്ങൾ, സാധനങ്ങൾ. അവിടെ ചെന്നാൽ ആ വീട്ടിൽ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ. ഉപസ്കര ഇഭ രഥ അശ്വ നര യോഷിത. ഇഭം ആന, രഥമറിയാം, അശ്വമറിയാം, നരന്മാർ ഭടന്മാർ, പടയാളികൾ, 4 ചതുരംഗ സൈന്യങ്ങൾ. യോഷിത കുറെ സ്ത്രീകളെയും കൊടുത്തയച്ചു പരിചാരികമാരായിട്ട്. ഇത്രയുമാണ് സമ്മാനമായി ബെല്ലാമൻ രണ്ടുപേർക്കുമായി കൊടുത്തത്. പ്രാഹിണോത്പാരിബർഹാണി വരവത്വോർമുദാബലാം മഹാധനോപസ്കരേഭ രഥശ്വനരയോഷിതാം. പ്രാഹിണോത്പാരിബർഹാണി വരവത്വോർമുദാബലാം മഹാധനോപസ്കരേഭ രഥശ്വനരയോഷിതാം. ശ്രീശുകോവാച. ഇങ്ങനെ സുഭദ്രാഹരണം എന്നുള്ള കഥ ഭാഗവതത്തിൽ വളരെ ചുരുക്കിയാണ്. ചെറിയ അംശമായിട്ട് ഒരു 10-12 ശ്ലോകത്തിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ അനുവാദത്തോടെ അർജുനൻ സുഭദ്ര വിവാഹം കഴിച്ചത്. ശ്രീശുകൻ ബാക്കി കഥ പറയുകയാണ്. കൃഷ്ണശ്യാഫിദ്വിജശ്രേഷ്ഠ ശ്രുതേവ ഇത് ശ്രുതാം കൃഷ്ണൈക ഭക്ത്യാ പൂർണാർത്ഥ കവിതമ്പടാം. കൃഷ്ണശ്യാഫീത് ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇത് ശ്രുതദേവൻ എന്ന പേരുള്ള ശ്രീകൃഷ്ണ ഭക്തനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൈക ഭക്തിയ, കൃഷ്ണനോട് മാത്രം ഏകഭക്തിയുള്ളവൻ. പൂർണാർത്ഥ ശാന്ത കവി അലംബട, പൂർണമായ അർത്ഥത്തോടു കൂടിയവനാണ്, ശാന്തനാണ്, കവിയാണ്, സാധാരണ ബുദ്ധിയുള്ളവനാണ്, അലംബടനാണ്, ആഗ്രഹമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണൻ കൃഷ്ണന്റെ ഒരു ഭക്തനായിട്ട് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ശ്രുതദേവൻ എന്ന് പ്രസിദ്ധിയാണ്. കൃഷ്ണഭക്തി ഒന്നുകൊണ്ട് തന്നെ സമ്പൂർണമായ അർത്ഥങ്ങളും ഐശ്വര്യങ്ങളും പദാർത്ഥങ്ങളും നേടിയവനാണ്. അതുകൊണ്ട് തന്നെ ശാന്തനാണ്, ദീർഘദൃഷ്ടിയുള്ളവനായ കവിയാണ്, അലംബടനുമാണ്. കൃഷ്ണശ്യാഫി ദ്വിജശ്രേഷ്ഠ ശ്രുതേവ ശ്രുതാം കൃഷ്ണൈക ഭക്ത്യാ പൂർണാർത്ഥ കവിതലംബടാം. കൃഷ്ണശ്യാഫി ദ്വിജശ്രേഷ്ഠ ശ്രുതേവ ശ്രുതാം കൃഷ്ണൈക ഭക്ത്യാ പൂർണാർത്ഥ കവിതലംബടാം. സൗവാസ വിദേഹേഷു മിഥിലായം ഗൃഹാശ്രമേ അനീഹയ ആഗതാഹാര്യ നിർവർത്തിത നിജക്രിയ. അവൻ ഉവാസ വസിച്ചു. വിദേഹേഷു, വിദേഹരാജ്യത്ത്, മിഥിലയിലെ വിദേഹരാജ്യത്ത് വസിച്ചു. ഗൃഹാശ്രമി, വിവാഹമൊക്കെ കഴിച്ചിട്ടാണ്, കല്യാണം കഴിച്ച് ഗൃഹസ്ഥനായിട്ട് ആ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ വിദേഹരാജ്യത്തിലുള്ള മിഥിലയിൽ താമസിച്ചു. അനീഹയ ആഗതാഹാര്യാം, ആഗ്രഹിക്കാതെ വന്നു ചേരുന്ന, അനീഹയ ആഗത ആഹാര്യ, ആഗതമാകുന്ന വന്നു ചേരുന്ന ആഹാര്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭോജ്യവസ്തുക്കൾ കൊണ്ട് നിർവർത്തിത നിജക്രിയ, തൻ്റെ ക്രിയകളൊക്കെ നിർവർത്തിക്കപ്പെട്ടവനാണ്, പ്രവർത്തിക്കപ്പെട്ടവനാണ്. ഇയാൾ മിഥിലയിൽ ചെന്ന് ഗൃഹസ്ഥാശ്രമിയായി താമസിക്കുമ്പോഴും ഒന്നിനും ആഗ്രഹിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട. യാദൃച്ഛികമായി വന്നു ചേരുന്ന ഭക്ഷണ പദാർത്ഥം കൊണ്ട് സന്തുഷ്ടനായിട്ട് അയാൾ ആ മിഥിലയിൽ കഴിയുകയായിരുന്നു. ഉവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമേ
അനീഹയ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയാം ഫൗവാഷ്വിദേഹേഷു മിഥിലായം ഗൃഹാശ്രമേ അനീഹയ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയാം യാത്രാമാത്രം ത്വഹരഹർ ദൈവാത് ഉപനമത്യുതാം നാധികം താവതാ ദുഷ്ടക്രിയാശ്ചക്രേ യഥോചിതാഹം. യാത്രാമാത്രം തു യാത്ര ജീവിതയാത്ര, അതിനുവേണ്ടി മാത്രം, അതിന് വേണ്ടുന്നത് മാത്രം, യാത്രയ്ക്ക് ആവശ്യമുള്ളത് മാത്രം. യാത്രാമാത്രം, ജീവിതയാത്ര, ദൈനംദിനമായി കഴിഞ്ഞുകൂടുന്ന ജീവിതയാത്രയ്ക്ക് ആവശ്യമായത് അത്രമാത്രം. തു ആകട്ടെ അഹരഹ ദിവസം തോറും ദൈവാത് ഉപനമതി ഉത ദൈവത്താൽ വിധി കൊണ്ട് ഉപനമതി വന്നു ചേരുക, സമീപത്തിലേക്ക് വന്നു ചേരുക. അധികം വിചാരിച്ചില്ല. ഒരു വലിയ ജീവിത സത്യമാണ്. വേണ്ടത് വന്നു ചേർന്നോളൂ. അതിനുവേണ്ടി കാമിക്കണമെന്നില്ല. കാമിച്ചില്ലെങ്കിലും അതൊക്കെ വരിക തന്നെ ചെയ്യും. പലതും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. വരുന്നതൊക്കെ വേണ്ടതിനാണ് എന്ന് നിശ്ചയിച്ചാൽ അത് വേണ്ടത് തന്നെയാണ്. എനിക്ക് വേണ്ടത് വേണ്ടാത്തത് എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല, ഈശ്വരന് മാത്രമേ അറിയൂ. ഭക്തനായി കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിച്ച് ജീവിക്കാൻ സാധിച്ചാൽ വേണ്ടത് വരും. വരുന്നത് അടുക്കിലേക്ക് തന്നെ വന്നു ചേർന്ന് കൊള്ളും. അതുകൊണ്ട് യാത്രാമാത്രം ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റും. അത് ദൈവാത് ഉപനമതി ഉത, ദൈവാതുപനമത്യുത, വിധി കൊണ്ട് ഉപനമതി വന്നു ചേരുന്നതാണ്. ഉത പിന്നെ ആവട്ടെ നാധികം, നമ്മൾക്കുള്ള ദോഷം അധികം കാമിക്കുന്നതാണ്. ഇന്നത്തേക്കല്ല, നാളത്തേക്കല്ല, കുറേ നാളത്തേക്ക് വേണ്ടിയുള്ളത് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അത് തലമുറയല്ല, 2 തലമുറയല്ല. അതിനുവേണ്ടിയുള്ളത് കാമിച്ച് ഉണ്ടാക്കി വയ്ക്കാനുള്ള ത്വരയാണ്. ജീവിതത്തിന്റെ കഷ്ടതയും കഷ്ടപ്പാടും മുഴുവൻ അവിടെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കഷ്ടതയില്ല, കഷ്ടപ്പാടില്ല, ദുഃഖമില്ല, സന്താപമില്ല, ഒന്നുമില്ല. അധികം താവതാ തുഷ്ട, ഉള്ളത് കൊണ്ട് സന്തുഷ്ടനാണ്. താവതാ അത്രയും കൊണ്ട് തുഷ്ടൻ. ക്രിയാഹ ചക്രേ യഥോചിതാഹ, ഉചിതങ്ങളായ ക്രിയകളെ വേണ്ടതുപോലെ ചെയ്തു. ഒരു ഗൃഹസ്ഥാശ്രമത്തിന് ഉചിതങ്ങളായ ക്രിയകളൊക്കെ വേണ്ടതുപോലെ നടത്തുകയും ചെയ്തു. എവിടുന്ന് കിട്ടിയിട്ടാണ് ഒന്നുമില്ല, അതൊക്കെ എവിടുന്നെങ്കിലൊക്കെ വന്നു ചേരുന്നതുകൊണ്ട് ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ക്രിയകൾ, ഭക്ഷണാദികൾ, അന്നപാനങ്ങൾ, അതുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ വന്നു ചേർന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു ഭക്തനാണ് ശുദ്ധദേവൻ. യാത്രാമാത്രം ത്വഹരഹർ ദൈവാതുപനമത്യുതാം നാധികം താവതാ ദുഷ്ടക്രിയാശ്ചക്രേ യഥോചിതാഹം. യാത്രാമാത്രം ത്വഹരഹർ ദൈവാത് ഉപനമത്യുതാം നാധികം താവതാ ദുഷ്ടക്രിയാശ്ചക്രേ യഥോചിതാഹം. തഥാ തദ്രാഷ്ട്രപാലോംഗ ബഹുലാശ്വൈതി ശ്രുതാം മൈഥിലോ നിരഹം മാന ഉഭാവപ്യച്യുതപ്രിയോ. അങ്ങനെ തന്നെ തഥാ തത് രാഷ്ട്രപാലോംഗ, അതേപോലെ മിഥിലാരാജ്യം ഭരിച്ചിരുന്നവനായ രാഷ്ട്രപാലനായ ഹേ അംഗ സംബോധനയാണ്, പൂജ്യനായുള്ളവനെ. ബഹുലാശ്വതശ്രുത, ബഹുലാശ്വൻ എന്ന പ്രസിദ്ധനായ രാജാവ് ഉണ്ടായിരുന്നു. മൈഥിലോ, മിഥിലാരാജ്യത്തെ രാജാവാണ്. നിരഹമ്മാന, അഹംഭാവം ഇല്ലാത്തവനാണ്. ഉഭാവി അച്യുതപ്രിയോ, 2 പേരും കൃഷ്ണഭക്തന്മാരാണ്. മിഥിലയിൽ താമസിക്കുന്ന ദുര്യശ്രേഷ്ഠനായ ശ്രുതദേവനും മിഥിലയിൽ രാജാവായ ബഹുലാശ്വനും 2 പേരും സമാന സ്വഭാവക്കാരാണ്. രഹമ്മാനാണ്. ഉഭാവവി അച്യുതപ്രിയോ, 2 പേരും അച്യുതന് ഇഷ്ടപ്പെട്ടവരുമാണ്. തഥാ തദ്രാഷ്ട്രപാലോംഗ ബഹുലാശ്വഗിരി ശ്രുതാം മൈഥിലോ നിരഹമ്മാന ഉഭാവപ്യച്യുതപ്രിയവും.
തഥാ തദ്രാഷ്ട്രപാലോങ്ക ബഹുലാശ്വൈതി ശ്രുതാം മൈഥിലോ നിരഹം മാന ഉഭാവപ്യച്യുതപ്രിയവും തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യഭാഗം മുനിഭർ വിദേഹൻ തയോ പ്രഭു. തയോഹ പ്രസന്നോ ഭഗവാൻ, രണ്ടുപേരിലും പ്രസന്നനായ ഭഗവാൻ, ശ്രുദേവനിലും ബഹുരാശ്വനിലും ഒരുപോലെ പ്രസന്നനായ ഭഗവാൻ ദാരുകേണ ആഹൃതം രഥം ആരുഹ്യ, ദാരുകൻ കൊണ്ടുവന്ന തേരിൽ കയറിയിട്ട് പാകം മുനിഭി, മുനിമാരോടൊപ്പം വിദേഹൻ പ്രയോ പ്രഭു, പ്രഭുവായ ഭഗവാൻ വിദേഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ദ്വാരകയിൽ നിന്നും വിദേഹത്തിലേക്ക് യാത്രയായി. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യപാഹം മുനിഭർ വിദേഹൻ തയോ പ്രഭു. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യഭാഗം മുനിഭർ വിദേഹൻ തയോ പ്രഭു. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോ ഫിദോരുണി അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേശ്ചവനാദയം. ഭഗവാൻ ഒറ്റയ്ക്കല്ല, കുറെ മഹർഷിമാർക്ക് കൂടെ പോയി. ആരൊക്കെ? നാരദൻ, വാമദേവൻ, അത്രി, എന്താണ് അവിടെ കൃഷ്ണൻ എന്ന് വിളിച്ച ഇവിടെ ദ്വൈപായനാണ്. കൃഷ്ണൻ ദ്വൈപായനെയാണ് കൃഷ്ണൻ എന്ന് വിളിച്ച. മറ്റേ നമ്മുടെ കൃഷ്ണന്റെ കൂടാണ് ഇവർ പോയത്. രാമൻ ഭാർഗവരാമനാണ്. അഫിതൻ, ആരുണി, അഹം ഞാൻ. ആരാണ്? ശുകൻ. അദ്ദേഹമാണുള്ള കഥ പറയുന്നത്. ബൃഹസ്പതി, കണ്വഹ, മൈത്രേയ, ച്യവന ആദികളായ കുറെ പേരുണ്ട്. കുറച്ചുപേരുടെ പേരെടുത്ത് ഒരെണ്ണം കിട്ടും. നാരദൻ ഉണ്ടായിരുന്നു, വാമദേവൻ ഉണ്ടായിരുന്നു, അത്രി ഉണ്ടായിരുന്നു, കൃഷ്ണൻ ദ്വൈപായൻ ഉണ്ടായിരുന്നു, വ്യാസൻ, ഭാർഗവരാമൻ ഉണ്ടായിരുന്നു, അഫിതനുണ്ട്, ആരുണിയുണ്ട്, ഞാൻ ശുഖബ്രഹ്മർഷി ഞാനുണ്ട്, ബൃഹസ്പതിയുണ്ട്, കണ്ണനുണ്ട്, മൈത്രേയുണ്ട്, ച്യവനൻ. ഇങ്ങനെ കുറെ പേരോടൊപ്പമാണ് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് മിഥിലേക്ക് യാത്ര പോയത്. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോ ഫിദോരുണി അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേശ്ചവനാദയാം. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോ ഫിദോരുണി അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേശ്ചവനാദയാം. തത്തമായാന്തം പൗരാജാനപദാ നൃപാം ഉപതസ്തു ഫാർഖ്യഹസ്താഗ്രഹൈ ഫൂലമിവോദിതം. ആയാന്തം അടുത്തേക്ക് വരുന്ന, തത്തം ആയാന്തം അവിടെ നിന്ന് അടുത്തേക്ക് വരുന്ന അവനെ പൗരാഹ ജാനപദാഹ, ജനപദത്തിലുള്ള പൗരന്മാർ, ഹേ നൃപ അല്ലയോ രാജാവേ, ഉപതസ്ഥുഹു സ്വീകരിച്ചു, സേവിച്ചു. ഫർഖ്യഹസ്താം പൂജാദ്രവ്യങ്ങൾ കയ്യിലെടുത്തിട്ട്, ഗ്രഹൈ സൂര്യമിവോദിതം ഗ്രഹങ്ങളോടൊപ്പം സൂര്യൻ ഉദിച്ചതുപോലെയുള്ള ഭഗവാനെ പൂജിച്ചു. ഗ്രഹങ്ങളാണ് ഈ മഹർഷിമാരൊക്കെ. ഗ്രഹങ്ങളൊപ്പം സൂര്യനെ കൊടുക്കണ്ടല്ലോ. സൂര്യൻ ഒറ്റയ്ക്കല്ല, എല്ലാ ഗ്രഹങ്ങളും കൂടെയുള്ള സൂര്യൻ. അങ്ങനെയുള്ള സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവനായ ആ ശ്രീകൃഷ്ണനെ അവിടെയുള്ള ജനപദന്മാർ എല്ലാവരും കൂടി അഖ്യഹസ്തത്തോടെ സ്വീകരിച്ചു. തത്തമായന്തം പൗരാജാനപദാ നൃപാം ഉപതസ്ഥു സാർഖ്യഹസ്താഗ്രഹേ സൂര്യമിവോദിതം. തത്തമായന്തം പൗരാജാനപദാ നൃപാം ഉപതസ്ഥു സാർഖ്യഹസ്താഗ്രഹേ സൂര്യമിവോദിതം. ആനർത്ത ധന്വഗുരുജംഗല കങ്കമത്സ്യപാഞ്ചാലകുന്തിമധുകേകയകോഫലാർണാം അന്യേ ച തൻ മുഖഫരോജമുദാരഹാസസ്നിഗ്ധക്ഷണം നൃപ പവർ ഋഷിഭർവാര്യ. പോയ വഴി ഇടയ്ക്ക് കൂടെ പോയി എന്ന് വർണ്ണിച്ചതാണ്. ആനർത്തം, ധന്വം, കുരു, ജാങ്കലം, കങ്കം, മത്സ്യം, പാഞ്ചാലം, കുന്തി, മധു, കേകയം, കോഫലം, അർണം, ഇത്തരം ദേശം കടന്നിട്ടാണ് മിഥിലയിലെത്തിയത്. ഈ 8 ദേശത്തിലുള്ള ആൾക്കാരൊക്കെ അന്വേച്ച വേറെ ചിലരും തൻ മുഖഫരോജം
ഉദാരഹാസസ്നിഗ്ധക്ഷണം, ആ ഭഗവാന്റെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്ന് ഉദാരമായി വരുന്ന ഹാസസ്നിഗ്ധക്ഷണം, പുഞ്ചിരിയോടുകൂടിയ നോട്ടത്തെ ഹേ നൃപ പപുഹു പാനം ചെയ്തു, ദശിഭിഹി നന്നാര്യ, കണ്ണുകളെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും നാരിമാരും പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഭഗവാന്റെ നോട്ടത്തെയും പുഞ്ചിരിയെയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യാത്രയായത്. ആനർത്തധന്നുകുരുജാങ്കലകങ്കമത്സ്യാം പാഞ്ചാലകുന്തി മധുകേകയകോഫലർണാം അന്യേജ തന്മുഖഫരോജമുദാരഹാസസ്നിഗ്ധക്ഷണം നൃപ പവർദൃശഭിർനാര്യാം. ആനർത്തധന്നുകുരുജാങ്കലകങ്കമത്സ്യാം പാഞ്ചാലകുന്തി മധുകേകയകോഫലാർണാഹ അന്യേജ തന്മുഖഫരോജമുദാരഹാസസ്നിഗ്ധക്ഷണം നൃപ പവർദൃശഭിർനാര്യാം. തേഭ്യസ്വവീക്ഷണ വിനഷ്ടതമിഫൃഭ്യ തമിഫൃദൃഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥഭൃശം അർത്ഥദൃശം ജയച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം ഭയശോശുഭഘ്നം ഗീതം ഫുരേർഭിരകാത് ശനകേർവിദേഹൻ. തേഭ്യ അവർക്കെല്ലാമായിക്കൊണ്ട് സ്വവീക്ഷണ വിനഷ്ട തമിഫ്രദൃഭ്യ സ്വന്തം വീക്ഷണം കൊണ്ട് വിനിഷ്ടമായ തമിഫ്രം ഇരുട്ട്, ഒറ്റ നോട്ടം കൊണ്ട് ഇരുട്ടിനെ മുഴുവൻ ഇല്ലാതാക്കുന്നതായ കണ്ണോടുകൂടിയ ഭഗവാൻ അവർക്കായിക്കൊണ്ട് ക്ഷേമം ത്രിലോകഗുരുഹു അർത്ഥദൃശം ജയച്ഛൻ, ത്രിലോകഗുരുവായ ഭഗവാൻ അവർക്ക് ക്ഷേമത്തെയും ഐശ്വര്യത്തെയും അർത്ഥദൃശം ച യച്ഛൻ, പരമാർത്ഥമായ ജ്ഞാനത്തെ, അർത്ഥദൃശം പരമാർത്ഥമായ ദൃക്ക് ദൃശ്യവേഗം എന്ന് പറയുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. ആ ജ്ഞാനത്തെയും യച്ഛൻ കൊടുത്തുകൊണ്ട് ശൃണ്വൻ ദിഗന്ധധവളം, ദിഗന്ധധവളം സ്വയശോ അശുഭഘ്നം ശൃണ്വൻ, ദിഗന്ധരാളങ്ങളിൽ വെണ്മയോടുകൂടി വ്യാപരിച്ചിരിക്കാവുന്ന സ്വന്തം യശഫ് അശുഭത്തെ ഇല്ലാതാക്കുന്നതാണ്. അശുഭഘ്നം ശൃണ്വൻ കേട്ടുകൊണ്ട് ഗീതം ഫുരൈർ ദേവന്മാരാൽ പാടപ്പെടുന്നത് നൃഭിഹി മനുഷ്യരാൽ അഗാധ എത്തി ശനകൈർ വിദേഹൻ പതുക്കെ പതുക്കെ വിദേഹ രാജ്യത്തിലേക്ക് എത്തി. ആ ഒരു യാത്രയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. പൂജാദ്രവ്യങ്ങളോടുകൂടി തൻ്റെ അടുക്കലെത്തി പൂജിച്ചവർക്കെല്ലാം ഭഗവാൻ കാരുണ്യത്തോടെ അവരെയൊക്കെ കടാക്ഷിച്ചു. തേഭ്യസ്വ വീക്ഷണ വിനഷ്ട തമിഫ്ര ദൃഭ്യ, പൂജാദ്രവ്യമായിട്ട് വന്ന് തന്നെ പൂജിച്ച എല്ലാവരുടെയും മുമ്പിൽ അവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മുഴുവൻ നശിപ്പിക്കുമാർ തൻ്റെ പ്രകാശമാകുന്ന കണ്ണുകൊണ്ട് അവരെയൊക്കെ നോക്കി ത്രിലോകഗുരുവായ ഭഗവാൻ അർത്ഥദിശം ക്ഷേമം ജയച്ഛൻ, അർത്ഥം ഉൾക്കൊള്ളുന്ന കണ്ണുകളോടെ ജ്ഞാനത്തോടെ അവർക്കൊക്കെ ക്ഷേമം യച്ഛൻ ചെയ്തുകൊണ്ട് ദിഗന്ധധവളം പശു അശുഭഘ്നം ശൃണ്വൻ, അവർ കീർത്തിക്കുന്ന പാട്ടുകൾ, തന്നെക്കുറിച്ച് കീർത്തിച്ച് പറയുന്ന പാട്ടുകൾ ദിഗന്ധരങ്ങൾ പോലും തൻ്റെ വെണ്മയായ യശസ്സിനെ എത്തിക്കുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് ദേവന്മാരും മനുഷ്യരും ഒക്കെ പാടപ്പെടുന്ന ആ ഭഗവത് സ്തോത്രങ്ങളെ കേട്ടുകൊണ്ട് അഗാധ എത്തി ശനകൈഹി പതുക്കെ വിദേഹാൻ മിഥില രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത്രയും നാട് കടന്ന് അവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ നോക്കി കൺകുളൊക്കെ കടാക്ഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പതുക്കെ പതുക്കെ മിഥില രാജ്യത്തിലേക്ക് എത്തി. തേഭ്യസ്വവീക്ഷണ വിനഷ്ടതമിഫ്രദൃഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ജയച്ഛൻ
ശൃണ്വൻ ദിഗന്ധധവളം ഫേശോ ശുഭഘ്നം ഗീതം ഫുരേർഭിരഗാത് ശനകേർവിദേഹൻ തെഭ്യഫ്വവീക്ഷണവിനഷ്ടതമിസ്രദൃഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദിശം ജയച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം ഫേശോ ശുഭഘ്നം ഗീതം ഫുരേർഭിരഗാത് ശനകേർവിദേഹൻ തെഭ്യഫ്വവീക്ഷണവിനഷ്ടതമിസ്രദൃഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദിശം ജയച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം ഫേശോ ശുഭഘ്നം ഗീതം ഫുരേർഭിരഗാത് ശനകൈർവിദേഹൻ തെച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപാം അഭീയുർമുദിതസ്തസ്മൈ ഗൃഹീതർഹണവാണയാം. അവർ അച്യുതം പ്രാപ്തമാകർണ്യ ഇവിടേക്ക് എത്തിച്ചേർന്ന അച്യുതനെ കുറിച്ച് കേട്ടിട്ട് പൗരാഹ ജാനപദാഹ ജനപദവാസികളായ പൗരന്മാരൊക്കെ ഹേ രാജാവേ അഭീയുഹു അടുത്തേക്ക് എത്തിച്ചേർന്നു. മുദിതാഹ സന്തുഷ്ടരായി. തസ്മൈ അവർക്ക് വേണ്ടി ഗൃഹീത അർഹണപാതയ അർഹണപാണയ പാണി കയ്യെ അർഹണം പൂജാപദാർത്ഥങ്ങൾ ഗൃഹീതം സ്വീകരിച്ച കൈകളിലെടുത്ത പൂജാദ്രവ്യങ്ങളോട് കൂടി ഭഗവാന്റെ നേരെ അവരൊക്കെ എത്തിച്ചേർന്നു. തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപാം അഭീയുർമുദിതസ്തസ്മൈ ഗൃഹീതർഹണപാണയാം. തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപാം അഭീയുർമുദിതസ്തസ്മൈ ഗൃഹീതർഹണപാണയാം. ദൃഷ്ട്വാദ ഉത്തമശ്ലോകം ഉദ്ഭുല്ലാനനാശയാഃ കൈർഭൃതാഞ്ജലിഭർനേമുശ്രുതപൂർവാംസ്തഥാ മുനീൻ. ദൃഷ്ട്വാ കണ്ടിട്ട് ഉത്തമശ്ലോകം ആ ഉത്തമശ്ലോകനെ കണ്ടിട്ട് ഉത്തമമായി കീർത്തിക്കപ്പെടേണ്ടവനായ ഭഗവാനെ കണ്ടിട്ട് പ്രീതി ഉദ്ഭുല്ല ആനനാശയാഹ പ്രീതി കൊണ്ട് വിടർന്ന ഉദ്ഭുല്ലമായ ആനന ആശയങ്ങളോട് കൂടിയവരായിട്ട് മുഖത്തോട് ആനമുഖം ആശയം അന്ധക്കരണങ്ങളാണ്. മനസ്സ് ബുദ്ധി ഇതെല്ലാം കൂടി ചേർന്ന് അന്ധക്കരണം. അവരുടെ മുഖം മാത്രമല്ല വിടർന്നത്, അന്ധക്കരണവും വിടർന്നു പോകുന്നത്. പ്രീതി ഉദ്ഭുല്ല ആനന ആശയാഹ പ്രീത്യുദ്ഭുല്ലാനനാശയാഹ രണ്ടാ വരുമ്പോൾ ആനനം എന്നതിനെ പദം പിരിച്ച് ചൊല്ലി പഠിക്കണം. ദൃഷ്ട്വാത ഉത്തമ ശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാ കൈഹി ധൃതാഞ്ജലിഭിർനേമു. കൈഹി ശിരഫുകൾ കൊണ്ട് ധൃത അഞ്ജലിഭിഹി കൈകൂപ്പിക്കൊണ്ട് നേമുഹു നമസ്കരിച്ചു. ശ്രുതപൂർവാംസ്തഥാ മുനീൻ മുമ്പ് കേട്ടിട്ടുള്ള മുനികളെയും നമസ്കരിച്ചു. ഒത്തിരി മഹർഷിമാർക്ക് ഇടയുണ്ട്, അവരെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഈ മഹർഷിമാരെയൊക്കെയും ശിരഫുകൾ കൊണ്ട് രണ്ട് കൈകളും ശിരഫിൽ വെച്ച് കൂപ്പിക്കൊണ്ട് നമസ്കരിച്ചു. കൈഹി ധൃതാഞ്ജലിഭിഹി നേമുഹു ശ്രുതപൂർവാംസ്തഥാ മുനീൻ. ദൃഷ്ട്വാത ഉത്തമ ശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാ കൈർധൃതാഞ്ജലിഭിർനേമശ്രുതപൂർവാംസ്തഥാ മുനീൻ. ദൃഷ്ട്വാത ഉത്തമ ശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാ കൈർധൃതാഞ്ജലിഭിർനേമശ്രുതപൂർവാംസ്തഥാ മുനീൻ. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനോ തം ജഗദ്ഗുരും മൈഥിലശ്രുതദേവശ്ച പാദയോപ്പേതതു പ്രഭോഃ. സ്വാനുഗ്രഹായ തങ്ങളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് സംപ്രാപ്തം വന്നതാണ് എന്ന് മന്വാനവും വിചാരിച്ചുകൊണ്ട്. ഇവർ ഭക്തന്മാരാണ്, പക്ഷെ ഭഗവാൻ വരുന്നു വിചാരിച്ചില്ല. വന്നപ്പോൾ വിചാരിച്ചു തങ്ങളെ അനുഗ്രഹിക്കാൻ തന്നെയാണ് വരിക. തം ജഗദ്ഗുരും ആ ജഗദ്ഗുരുവിനെ മൈഥില ശ്രുതദേവശ്ച
ബഹുലാശ്വൻ എന്ന മൈഥിലനും ശ്രുതദേവനും പാദയോഹു പേതതു പാദങ്ങളിലേക്ക് പതിച്ചു. പപാത പേതതുഹു പേതുഹു പ്രഭോഹു പ്രഭുവിന്റെ പാദങ്ങളിലേക്ക് രണ്ടുപേരും നമസ്കരിച്ചു. ബഹുലാശ്വനും ശ്രുതദേവനും. കൃഷ്ണൻ മിഥിലയിലേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ അവിടെ ചെന്ന് ആണ് ഇവർ ആഗ്രഹിച്ചത്. പക്ഷെ ഭഗവാൻ എത്ര ദേശം 10ഓളം രാജ്യം കടന്ന് യാത്ര ചെയ്ത് ഭക്തന്മാരെ കാണാൻ വേണ്ടി ഇതാ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് ഭക്തവാത്സല്യം. അത് പ്രകടമാക്കുകയാണ് ഈ കഥയുടെ ലക്ഷ്യം. ഭക്തന്മാർ എവിടെ നിന്ന് വിളിച്ചാലും ഓടി അവിടെ എത്തും. നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്നില്ല. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നതിനേക്കാൾ ഉപരി ഭക്തന്മാരെ കാണാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഭഗവാൻ മിഥിലയിലേക്ക് ഇത്രയും ദേശം യാത്ര ചെയ്ത് ഓടിയെത്തി തേരിൽ. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനോ തം ജഗദ്ഗുരും മൈഥില ശ്രുതേവശ്ച പാദയോപേതതു പ്രഭോ. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനോ തം ജഗദ്ഗുരും മൈഥില ശ്രുതേവശ്ച പാദയോപേതതു പ്രഭോ. ന്യമന്ത്രേയതാം ദാശാർഹാം ആതിഥ്യേന ഫഹദ്വിജൈ മൈഥില ശ്രുതേവശ്ചയുഗപത്ഫലഞ്ജലി. ന്യമന്ത്രേയതാം ക്ഷണിച്ചു, വിളിച്ചു. ദാശാർഹം ഭഗവാനെ, യാദവന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ ദാശാർഹൻ. ആതിഥ്യേന ആതിഥ്യത്തിന് വേണ്ടി, അതിഥി സൽക്കാരത്തിനായിക്കൊണ്ട് ഫഹദ്വിജേഹി കൂടെ വന്ന ബ്രാഹ്മണരോടൊപ്പം മഹർഷിമാരോടൊപ്പം ഭഗവാനെ ക്ഷണിച്ചു ആതിഥ്യത്തിന് വേണ്ടി, അതിഥി സൽക്കാരത്തിന് വേണ്ടി. ആരാണ്? മൈഥില ശ്രുതേവശ്ചം യുഗപത്. രണ്ടുപേരും മൈഥിലൻ ശ്രുതദേവനും ഒന്നിച്ച് ക്ഷണിച്ചു. സംഹതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട്, രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട്, എൻ്റെ ഗൃഹത്തിലാണ് ഇന്ന് അങ്ങയ്ക്ക് ആതിഥ്യം എന്ന് രണ്ടുപേരും. ഭഗവാൻ എവിടെ എത്തും? രണ്ടുപേരും ഭക്തന്മാരാണ്. രണ്ടുപേരും ഒരുപോലെ വന്ന് ക്ഷണിച്ചു. ന്യമന്ത്രേതാം എന്ന ദ്വിവചനം പ്രയോഗിച്ച് രണ്ടുപേരും ക്ഷണിച്ചു. ദാശാർഹാം ആതിഥ്യേന ഫഹദ്വിജൈ. അവർ രണ്ടുപേർക്കും ആഗ്രഹമാണ്. ഏത് ഭക്തന്റെ ആഗ്രഹമാണ് സാധിക്കേണ്ടത്? നമ്മുടെ ചിന്ത ഇവിടെയാകാം. ഈ രാജ്യത്തിലിരുന്ന് ആയിരക്കണക്കിന് ഭക്തന്മാർ ഒരേ സമയം ഭഗവാനെ വിളിച്ച് എന്തെന്ത് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അറിയിക്കുന്നു. എനിക്കത് സാധിക്കണം, എനിക്കിത് വേണം, ഇതൊക്കെ പറയും. ഇതൊക്കെ ഭഗവാൻ ഓരോന്നോരോന്നായിട്ട് സാധിച്ചു കൊടുക്കുന്ന കാലം കുറെ പിടിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരേ സമയത്ത് ഒരുപോലെ ഇതെല്ലാം സാധിച്ചു കൊടുക്കും. അതെങ്ങനെ പറ്റും? അതാണ് ഭഗവാന്റെ വൈഭവം. ഈ കഥയിൽ കൂടി ഇനി അതാ കാണിക്കാൻ പോകുന്നത്. രണ്ടുപേരും ഒരുപോലെ ക്ഷണിച്ചു, രണ്ടുപേരുടെയും ആഗ്രഹം സാധിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? പണ്ട് ഗോപസ്ത്രീകളുടെ മുമ്പിൽ അങ്ങനെയായിരുന്നു. ഓരോ ഗോപസ്ത്രീകളും വെച്ച് ഭഗവാൻ എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ വേണം. ഒരാളെ കഴിഞ്ഞു മറ്റൊരാൾക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? താൻ പരതാകുക. ഒരേ സമയത്ത് താൻ ആയിരക്കണക്കിന് കൃഷ്ണന്മാരായിട്ട് പരിണമിച്ചാൽ എല്ലാവരും വിളിച്ച് നമ്മുടെയൊക്കെ കാര്യം സാധിച്ചു. ശ്രുതദേവന്റെ വീട്ടിലും ബഹുലാശ്വന്റെ വീട്ടിലും ഒരേ സമയത്ത് രണ്ട് കൃഷ്ണന്മാർ ഒരുപോലെ ആദിത്യ പൂജ സ്വീകരിക്കുക. ഇതാണ് ഭഗവാന്റെ വൈഭവത്തിന്റെ ലക്ഷണം. ഭക്തന്മാരോട് കാണിക്കുന്ന വൈഭവം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് ശ്രുതദേവന്റെയും ബഹുലാശ്വന്റെയും കഥ. ന്യമന്ത്രേയ താംദാശാർഹാം ആദിത്യേന ഫഹദ്വിജൈ മൈഥില ശ്രുതദേവശ്ചൈകപത് സംഹതാഞ്ജലി. ന്യമന്ത്രേയ താംദാശാർഹം ആദിത്യേന ഫഹദ്വിജൈ മൈഥില ശ്രുതദേവശ്ചൈകപത് സംഹതാഞ്ജലി. ഇനി എങ്ങനെയാണ് രണ്ടുപേരെയും സ്വീകരിച്ചത്, ആദരിച്ചത്? നമുക്ക് അടുത്ത ശ്ലോകത്തിൽ മുതൽ, അതായത് ആമുഖമാണ്, പിന്നെ 2-3 ശ്ലോകം ഒന്നിച്ചാണ്. നമുക്കിന്നത് എടുത്താൽ തീരില്ലാത്തൊന്ന് ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവരെ എങ്ങനെയാണ് ഭഗവാൻ
രണ്ടുപേരുടെയും ആശിത്വം സ്വീകരിച്ചത്, രണ്ടുപേരെയും അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന രംഗം. അതാണ് ഈ കഥയുടെ സാരം. 10 ദിവസം ബാക്കി കാണാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം.